ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളൊരു ബർത്ത്ഡേ കാർഡാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ കാർഡാണ്. അത് നമ്മൾ തുന്നിയെടുക്കുകയാണ് കേട്ടോ. തുണിയിലൊക്കെ തുന്നുന്നത് പോലെ പേപ്പറിലാണ് തുന്നിയെടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കട്ടിയുള്ള ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു 140 GSMൻ്റെ ഒരു പേപ്പറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കട്ടിയുള്ള പേപ്പർ വേണം. പിന്നെ ഞാൻ വേറൊരു റഫ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ വരച്ചെടുക്കുക. അപ്പോൾ തുറക്കുമ്പോൾ നമുക്കൊരു ഹാർട്ട് ഷേപ്പ് കിട്ടും. അത് നമുക്ക് ചെയ്യാൻ പോകുന്ന പേപ്പറിലേക്ക് ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ. കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ലൈനിൽ കൂടി ഒരു 0.5 അല്ലെങ്കിൽ ഒരു 1 സെൻറ്റിമീറ്റർ വീതിക്ക് ഇതുപോലെ കുറേ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കിതൊക്കെ പിന്നെ മായ്ച്ച് കളയാനുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് ലൈൻസും കൂടി കൊടുക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ ലൈനിൽ വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈനിട്ട് എഴുതിയെന്നേ ഉള്ളൂ. അപ്പം അത് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുന്നാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എംബ്രോയിഡറി ത്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. തുന്നുന്നതിന് മുമ്പ് നമുക്ക് തുന്നിയെടുക്കാനുള്ള ഹോൾസ് വേണമല്ലോ. അപ്പം നമ്മൾ ആദ്യം ഇട്ട ആ ഒരു ഡോട്ട്സിലൊക്കെ ഹോളുകൾ ഇട്ട് കൊടുക്കുക, ഒരു പിന്ന് വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് ആ ഹോൾസിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ തുണിയിൽ തുന്നുന്നത് പോലെ തന്നെ ആ ലവ് ഷേപ്പ് ഒന്ന് തുന്നിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ നല്ലോണം മനസ്സിലാവും. ഞാൻ ഇത് 3 കളർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. കളേഴ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഞാൻ റെഡ്, പിങ്ക്, പിന്നെ ഓറഞ്ച് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വൈറ്റും കൂടെയൊക്കെ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ വൈറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ 3 കളർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെ തുന്നിയെടുക്കുന്നത്. കുറച്ച് സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ. നമ്മൾ തുണിയിൽ അല്ല ചെയ്യുന്നത്, പേപ്പറിലാണ് ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് ചെയ്യുക. ഒരുപാട് നമ്മൾ ഹാർഷായിട്ടൊക്കെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കീറിപ്പോവും. അതുകൊണ്ടാണ് കുറച്ച് കട്ടിയുള്ള പേപ്പർ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞത് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാണ് ചെയ്ത് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. ഒരെണ്ണം കൂടി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഉടനെ ഇടാം. ഇതിൻ്റെ അവസാനം അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇതും നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ അതേ ഞാനൊരു ഹാർട്ട് ഷേപ്പ് അതിലേക്ക് തുന്നിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹാർട്ട് ഷേപ്പ് തുന്നിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കളർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു യെല്ലോ കളറും കൂടി യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഹാർട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഔട്ട്ഡോറിലിരുന്ന് കേട്ടോ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉച്ച സമയത്തായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. അതാണ് ഇങ്ങനെ വ്യത്യാസം, ലൈറ്റ് വന്നും പോയൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ഷമിക്കണേ. അപ്പോൾ നമ്മൾ ഹാർട്ട് ഷേപ്പ് തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം ലൈൻസ് ഇട്ടല്ലോ, അതിലേക്ക് ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലും കൂടി ഞാൻ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒത്തിരി അടുപ്പിച്ചിടാതിരിക്കുക. അപ്പം നമ്മൾ തുന്നുന്ന സമയത്ത് അത് ആ 2 ഹോൾസും കൂടി ഒന്നിച്ച് ആയിപ്പോവും, അത് കീറിപ്പോവും. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം ഹോൾസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയേക്കുന്ന ആ ഒരു ലൈൻസിലും കൂടി ഹോൾ ഇട്ടിട്ട് അതും കൂടി ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുന്നുന്ന സമയത്ത് നമ്മൾ തുണിയിലല്ല പേപ്പറിലാണ് തുന്നുന്നതെന്ന് എപ്പോഴും ഓർമ്മ വേണം കേട്ടോ. നമ്മൾ തുണിയിലൊക്കെ തുന്നുന്ന സമയത്ത് ചിലപ്പോൾ ഉടക്കൊക്കെ പിടിക്കുകയാണെങ്കിൽ നമ്മൾ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുമല്ലോ ഇച്ചിരി ഫോഴ്സിന്. അങ്ങനെയൊന്നും ചെയ്തേക്കരുത്. അപ്പോൾ ഇത്രയും ചെയ്തത് വേസ്റ്റായി പോവും, അത് കീറിപ്പോവും. പക്ഷേ ഇന്ന് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഹസ്ബൻഡിന് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹാർട്ട് തന്നെ നമ്മളെ തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഇതുപോലെ ലവേഴ്സിനോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ വൈഫിനോ ഒക്കെ ഇതൊന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ. അവർക്ക് മാത്രമല്ല, നമ്മുടെ പാരൻസിനോ ആർക്കാണെങ്കിലും
ആർക്കെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ബർത്ത്ഡേസ് ആനിവേഴ്സറീസ് ഒക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് തുന്നിയെടുത്ത് കൊടുക്കും നിങ്ങളെ ഹാർട്ട്. അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ അതേ ഞാനിത് തുന്നിയിട്ട് വരാം. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്നുള്ളതും കൂടി ഞാൻ തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ആദ്യം വരച്ച ആ ലൈൻസൊക്കെ ഒന്ന് മായ്ച്ച് കളയണം കേട്ടോ. ഭയങ്കര ലൈറ്റായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോഴ്സിനൊന്നും ചെയ്തേക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് ലുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് വേറെ അഡീഷണൽ ആയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇത്രയേ ചെയ്തോളൂ. ഇനി നമുക്ക് അകത്ത് എന്തെങ്കിലും എഴുതി കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ എന്താണ് ഹസ്ബൻഡിന് എഴുതിയെന്നുള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ എഴുതിയത് കൂടാതെ മോനെയും കൊണ്ടും കൂടി ഹാപ്പി ബർത്ത്ഡേ അച്ചാന്ന് അവൻ്റെ കൈ പിടിച്ചിട്ട് എഴുതിച്ചിട്ടുണ്ട് കേട്ടോ. അവന് എഴുതാറായില്ല, അതുകൊണ്ടാണ് ഞാൻ കൈ പിടിച്ചിട്ട് എഴുതിച്ചത്. പിന്നെ 2 ഹാർട്ട് ഷേപ്പും കൂടി ഞാൻ തമ്പ് ഇംപ്രഷൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ തമ്പ് ഇംപ്രഷനും മോൻ്റെ തമ്പ് ഇംപ്രഷനും കൂടി വെച്ചിട്ട് അതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു അടിപൊളി ബർത്ത്ഡേ കാർഡ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇനി ഇതിലും കൂടുതൽ ഡെക്കറേഷനൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി ബർത്ത്ഡേ കാർഡ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ പറ്റുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഞെക്കണം കേട്ടോ. എന്നാലേ ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അറിയാമെന്നറിയാം, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു സാധനം കൂടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, അത് ഈ ഒരു ഫോട്ടോ ഫ്രെയിമാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടാം. ഇതും പിന്നെ നമ്മൾ ഇന്നുണ്ടാക്കിയ ഈ ഒരു ബർത്ത്ഡേ കാർഡും കൂടിയാണ് കേട്ടോ. ക്രാഫ്റ്റ് ഐറ്റംസ് ആയിട്ട് ഞാൻ ഹസ്ബൻഡിന് കൊടുത്തത്. വേറെ സംഭവങ്ങളും കൊടുത്തിരുന്നു. എൻ്റെ കൈ കൊണ്ട് ചെയ്ത 2 ക്രാഫ്റ്റ് ഐറ്റംസ് ആയിട്ട് ഇത് 2ആണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.